അവന്റെ പേര് പോലും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവനെ കുറിച്ച് ഒരു കാര്യവും എനിക്കറിയാൻ വേണ്ട. മേലിൽ അവന്റെ ഒരു കത്ത് പോലും നിനക്ക് വരരുത്, പറഞ്ഞേക്കാം. എന്താ ദൈവമേ, എന്തിനാ മുത്തശ്ശി ദേഷ്യപ്പെട്ടു പോയത്? പറയ്, ഞാൻ അറിയട്ടെ. എനിക്കും അറിയണമല്ലോ. പറയ്. മോനെ, അത് ജയേട്ടൻ എനിക്കൊരു കത്തയച്ചു. അത് അമ്മ കണ്ടെത്തി. പോസ്റ്റ്മാൻ കത്തുമായി വന്നത് അമ്മയുടെ മുന്നിലാ. ഓ, അതാണല്ലേ. അമ്മ ചോദിക്കുന്ന കാര്യം അമ്മയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ന്യായോ? പക്ഷെ ജയേട്ടൻ ജയിലിലാണെന്ന സത്യം എനിക്ക് അമ്മയോട് പറയാൻ പറ്റുമോ? ഞാൻ അമ്മയോട് നുണയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ പ്രശ്നത്തിൽ ഞാൻ ഒന്നിനു പുറകെ മറ്റൊന്നായി നുണകൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അമ്മയെ ഞാൻ വഞ്ചിച്ചോണ്ടിരിക്കുക മോനെ. എനിക്കത് സഹിക്കുന്നില്ല. അമ്മയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടാ പോയിട്ടുള്ളത്. ദേവമ്മ വാ. എങ്ങോട്ട്? വരാനല്ലേ പറഞ്ഞത്? വാ. മുത്തശ്ശി എന്താ വല്ലാത്ത ടെൻഷനിലാണല്ലോ? ഏയ്, എനിക്ക് ഒരു ടെൻഷനും ഇല്ല. ഞാൻ വലിയ 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 സമാധാനത്തിലാ. എന്നെയും കൈമളേട്ടനെ പോലെ ഇങ്ങനെ മനസ്സമാധാനമുള്ള ഒരു ഭാര്യയും ഭർത്താവും ഈ ഭൂമി മലയാളത്തിലേ ഉണ്ടാവില്ല. സമാധാനത്തിന്റെ പാലാഴിയില് ഞങ്ങൾ ഇങ്ങനെ നീന്തി തുടിച്ച് ആറാടി വിലസിയ. എന്തൊരു സന്തോഷം, എന്തൊരു സമാധാനം. സദ്ഗുണ സമ്പന്നന്മാരായ മക്കൾ ഉണ്ടായാലേ അങ്ങനെയാ, ഭയങ്കര സമാധാനമായിരിക്കും. ഞാനൊരു കാര്യം ചോദിക്കാൻ വന്നു. മുത്തശ്ശി എന്നെ കൊണ്ടത് ചോദിപ്പിക്കാതെ വിഷയം വഴിതിരിച്ചു വിടുന്നു. നിനക്ക് ചോദിക്കാനുള്ളത് ചോദിക്കാം. ജയറാമങ്ങൾ എവിടുന്നോ ദേവമ്മയ്ക്കൊരു കത്തയച്ചു. അതിന് ദേവമ്മ എന്ത് ചെയ്യാനാ? ഓ, നീ നിന്റെ പോറ്റമ്മയ്ക്ക് വേണ്ടി മുത്തശ്ശിയെ ചോദ്യം ചെയ്യുമെന്നാണല്ലേ? ദേ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നന്ദിനിയുടെ കണ്ണ് നനയെന്ന് കണ്ടപ്പോ മനസ്സൊന്നൊന്ന് ചോദ്യം ചെയ്യാൻ വളർത്തുമകൻ ഓടി വന്നിരിക്കുന്നു. എന്റെ കണ്ണ് നനയെന്ന് കണ്ട് ആശ്വസിപ്പിക്കാൻ സ്വന്തം മക്കള് പോലുമില്ല. ഏതായാലും നീ ഇക്കാര്യത്തിൽ ഭാഗ്യവതിയാ. പ്രസവിച്ചില്ലെങ്കിലും സ്വന്തം അമ്മയെ പോലെ സ്നേഹിക്കാൻ ഒരു മകനെങ്കിലും ഉണ്ടല്ലോ. ഇവനിനി നന്ദികേട് കാണിച്ചാലും വിഷമിക്കേണ്ടതില്ല. കാരണം ഇവൻ സ്വന്തം മകനല്ലല്ലോ. മുത്തശ്ശി കാട് കയറിയാ സംസാരിക്കുന്നത്. ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യം സംസാരിക്കുമ്പോ കാട് കയറിയെന്നിരിക്കും. നീ ഇവക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാമെന്നതാണല്ലേ? അതുകൊണ്ട് എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി തരാൻ നീ ബാധ്യസ്ഥനാണ്. വക്ക് ചളിങ്ങിയ തകരപാത്രം എറിഞ്ഞു കളയും പോലെ വഴിയിൽ എറിഞ്ഞിട്ട് പോയതാ ഇവളെ എന്റെ മകൻ. നല്ല പ്രായം മുഴുവൻ നശിപ്പിച്ച് അവന്റെ നന്ദിയോടോർത്ത് വെന്തുരുകി ജീവിച്ചു ഇവള്. എന്നിട്ട് ജീവിതത്തിന്റെ മധ്യാഹ്നം കഴിയാറായപ്പോ അവനവൾക്ക് കത്തയച്ചിരിക്കുന്നു. എന്തിന്? അടുക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനൊരു കത്ത്? ജീവിതത്തിൽ ഒറ്റപ്പെട്ടു എന്ന് അവന് തോന്നിയപ്പോ പതുക്കെ പതുക്കെ പഴയ സ്ഥലത്തേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുകയാണോ എന്ന് എനിക്കൊരു തോന്നൽ. എന്തായാലും ഈ കത്തിന്റെ പിന്നിൽ ഒരു തദ്ദേശമില്ല.
അല്ലെങ്കിൽ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോണുള്ള ഈ കാലത്ത് എന്തിനാ അവൻ ഇങ്ങനൊരു കത്തെഴുതുന്നത്? അത് മുത്തശ്ശിയുടെ ചില തെറ്റിദ്ധാരണകളാണെങ്കിലോ? മോനെ, ഈ കത്തയച്ചവനെ ഞാൻ പ്രസവിച്ചതാ. എന്റെ മകനായിരുന്നു അവൻ. അവൻ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് ഇവളെയാ. ഇവളുടെ ജന്മം നശിപ്പിച്ചതും അവനാ. മകനാണെന്ന പരിഗണനയും സ്നേഹവും വെച്ച് മറ്റൊരു പെണ്ണുമായി കയറി വന്ന അവനെ ഞങ്ങളിവിടെ സ്വീകരിച്ചില്ലല്ലോ. അവനെ പടിയടച്ച് പിണ്ടം വെച്ചിട്ട് ദേ ഇവളെ ഞങ്ങൾ മകളായി സ്വീകരിച്ചു, ദത്തെടുത്തു. ഇപ്പോ ഇവളാണ് ഞങ്ങളുടെ മകൾ. ജയറാം എന്നൊരു മകൻ ഞങ്ങൾക്കില്ല. ഒരു ദിവസം കൊണ്ട് ഉണ്ടായതും ഉണ്ടാക്കിയതുമല്ല ചെമ്പകമംഗലത്തിന്റെ പാരമ്പര്യവും അഭിമാനവും. അത് കാലങ്ങളിലൂടെ വന്നു ചേർന്നതാ. നല്ലതെന്ന് പറയിപ്പിക്കാനേ ഒരു യുഗം വേണ്ടി വരും. ചീത്തയെന്ന് പറയിപ്പിക്കാൻ ഒരു നിമിഷം മതി. അങ്ങനെ ഈ തറവാടിനകത്ത് കടന്നല് പോലെ വന്നവനവൻ. അവന് ഞാൻ മാപ്പ് കൊടുക്കണമെങ്കിലേ രാജലക്ഷ്മി മരിക്കണം. മുത്തശ്ശി, കഴിഞ്ഞു പോയതൊന്നും ഓർത്ത് മുത്തശ്ശി ഇനി വിഷമിക്കരുത്. അതൊക്കെ കഴിഞ്ഞുപോയി. മഞ്ഞും മഴയും ഒക്കെ മാറി മാറി വരുന്നത് പോലെ ജീവിതത്തിൽ നല്ലതും ചീത്തയുമായ കുറേ കാര്യങ്ങൾ വന്നുപോയി. അതിനെയൊക്കെ മുത്തശ്ശി അങ്ങനെ അങ്ങ് കണ്ടാ മതി. അവൻ ഈ കത്തയച്ചന്റെ പിന്നിലെ പല ദുരുദ്ദേശങ്ങളും ഉണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു. അവനും ഇവളും തമ്മില് ഇപ്പോഴും ബന്ധമുണ്ടെന്ന് നമ്മളെല്ലാവരും അറിയട്ടെ എന്ന അർത്ഥത്തിലല്ലേ ഈ കത്ത്? അമ്മേ, അതെ, അത് തന്നെ. 10-18 കൊല്ലങ്ങൾക്ക് മുമ്പ് നിന്നെ ചവിട്ടി വീഴ്ത്തി സ്വന്തം സുഖം തേടി പോയവനവൻ. ഇനി അവൻ നിന്റെ ജീവൻ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. മുത്തശ്ശി വിഷമിക്കാതിരിക്ക. നെഞ്ചിനുള്ളിലെ നെരുപ്പോട് ഇതുവരെ കെട്ടിട്ടില്ല. ഇനിയും മനസ്സിനുള്ളിലേക്ക് തീ കോരിയിടരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ജയറാമങ്ങളുടെ ഒരു കത്ത് വന്നപ്പോ മുത്തശ്ശി ഇങ്ങനെ പ്രതികരിച്ചു. അപ്പോ മീനാക്ഷി കൊച്ചുമകളാണെന്നറിഞ്ഞ എന്തായിരിക്കും ഉണ്ടാവാൻ പോകുന്ന കൊടുങ്കാറ്റ്? മീനാക്ഷിക്ക് മാത്രമല്ല, അവളെ ഇവിടേക്ക് കൊണ്ടുവന്ന ദേവമ്മയ്ക്കും. ഇതെല്ലാം അറിഞ്ഞിട്ട് മിണ്ടാതിരുന്ന എനിക്കും ശിക്ഷ ഉറപ്പാ. ലോകാരംഭ കാലത്ത് ആരോ പണിത വീടാണെന്ന് തോന്നുന്നു. ചീന വല കെട്ടിയതുപോലെ 8 കാലി വല കെട്ടിയിരിക്കുന്ന തേള്, പാറ്റ, പഴുതാര, ഇതൊക്കെ ജാത പോലെയാ. ഛെ. ഇതെന്താ, ചെമ്പകമംഗലത്ത് പുതിയൊരു വേലക്കാരി കൂടി വന്നോ? പ്രായം കുറഞ്ഞ വേലക്കാരി. കൊള്ളാലോ. എന്തായാലും നിനക്ക് പറ്റിയ പണി തന്നെയാ ഇത്. സ്വീപ്പർ. നല്ല എക്സ്പീരിയൻസ് ഉള്ളവരെ പോലെയാണല്ലോ നീ പണിയൊക്കെ ചെയ്യുന്നത്. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, നിനക്ക് മുന്നേ ഇത് തന്നെയായിരുന്നോ പണി? ഈ അടിച്ചു തളി? ദേ, പോലീസാണെന്നും ACP ആണെന്നൊക്കെ ജാട കാണിച്ച് ഈ മീനാക്ഷിയുടെ നേരെ വരല്ലേ. ഈ ACPയുടെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. ഓ, അതിനൊക്കെയുള്ള മിടുക്ക് നിനക്കുണ്ടോ? ആ, ഉണ്ട്. ഞാനേ ബാലാവകാശ കമ്മീഷനിൽ കൊണ്ടുപോയി കേസ് കൊടുക്കും. DIGക്കും കൊടുക്കും ഒരു പരാതി. എന്ത് പരാതി? എന്നെ കൊണ്ട് ബാലവേല ചെയ്യിപ്പിക്കുന്നു. ബാലവേലയോ? നീ ബാലികയാണോ? ആ, എനിക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ല. ഓ, അത് ശരിയാണല്ലോ. ആ, അതാണ് ശരി. ഒരു 50-60 വയസ്സുകാരിയുടെ കുശുമ്പും അസൂയൊക്കെ നിനക്കുണ്ട്. കണ്ടാലേ ഒരു 40 വയസ്സ് തോന്നിക്കുകയും ചെയ്യും. പക്ഷേ നിന്റെ സർട്ടിഫിക്കറ്റിലെ വയസ്സ് 17.5.
ഇതില് വല്ല അഡ്ജസ്റ്റ്മെന്റും ഉണ്ടോ? എന്തായി കാണിക്കുന്നത്? ഈ മീനാക്ഷിക്ക് മാറാലിക്കുവേ മാനസ് ഇല്ല. ACP ആണെങ്കിലും IG ആണെങ്കിലും അവർക്ക് ഒരുപോലെ തന്നെയാ. അതുകൊണ്ട് അങ്ങോട്ട് മാറി നിക്ക്. നീ ഒരു വിളഞ്ഞ വിത്താണെന്ന് എനിക്കറിയാം. എന്തായാലും നീ എന്റെ അമ്മാവന്റെ മകളാ. ഒരേ ചോര, രക്തബന്ധം എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ മാസ്ക് വെച്ച് ചെയ്യേണ്ട ജോലിയാ. നീ എന്താ മാസ്ക് വെക്കാതിരിക്കുന്നേ? ദാ ഇത് മുഖത്ത് കെട്ടിക്കൊണ്ട് സ്വീപ്പർ പണി ചെയ്യാം. ഓ, സിമ്പതി. നിന്നെ പോലത്തെ ഒരു മരക്കഴുതിയോട് സിമ്പതി കാണിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം. കാക്കയ്ക്കുള്ളിലെ ലോലന്മാരുടെ ഹൃദയമുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. ആ, എന്റെ കൈ നിറയെ അഴുക്ക. ആ, എന്തായാലും ലോലൻ അതിന്റെ മുഖത്തൊന്ന് കെട്ടിത്ത. സത്യത്തിൽ നിനക്ക് വേണ്ടത് ഒരു മൂക്ക് കയറ ഈ എരുമ. വല്ലതും പറഞ്ഞോ? ഇല്ല. പക്ഷേ നിങ്ങൾ മനസ്സിൽ എന്നെ ചീത്ത പറയുന്നത് ഞാൻ വ്യക്തമായിട്ട് കേട്ടു. എന്റെ കൊച്ചെ, നിനക്കിതൊന്നും ചെയ്ത് ശീലമില്ലല്ലോ. ആ ചൂലിങ്ങി തന്നെ, ഇതൊക്കെ ഞാൻ ചെയ്തോളാം. ഓ, കരുണാമയ്യായ ദേവി ഭഗവതി വന്നിരിക്കുന്നു. കൃപാകടാക്ഷമായി. മതി ദൈവമേ കളിയാക്കിയത്. ഇനി നീ പരിഹസിച്ചാലേ നിന്റെ പല്ല് ഞാനിങ്ങ് എടുക്കും. ആണോ? പല്ലെടുക്കൂ? സന്തോഷം. ഞാനൊരു ഡെന്റിസ്റ്റിനെ കാണാനിരിക്കയായിരുന്നു. എന്റെ അണപ്പല്ലിനടുത്ത് ഒരു കോമ്പല്ല് വരുന്നു. ആ, കാശ് കൊടുക്കാതെ അതങ്ങ് എടുക്കാലോ. ഇവളോട് ഞാൻ എന്താ വേണ്ടത് എന്റെ ദൈവമേ? അതെ, എന്റെ തൊഴിൽ തടസ്സപ്പെടുത്താതെ നിങ്ങളൊക്കെ ഇവിടെ നിന്ന് പോവാവോ? എടി മീനാക്ഷി. എടി മീനാക്ഷി അല്ല, മീനാക്ഷി. മീനാക്ഷി നങ്ങ് വിളിച്ചാ മതി. എനിക്ക് സൗകര്യം ഇല്ലെങ്കിലോ? മാഡം എന്ന് വിളിച്ചാലും മതി. ആ, ഇടവോന്ന് വിളിച്ചാ കുഴപ്പമുണ്ടോ? അല്ലെങ്കിലേ കർക്കിടവെന്ന് വിളിക്കാം. ഒരു മാഡം നടക്കുന്നു. എടി മാഡം, ഇവിടുത്തെ ജോലികളൊക്കെ നീ വേഗം ഒന്ന് തീർക്ക്. എന്നിട്ട് വേണം മുകളിലത്തെ നില തുടങ്ങാൻ. ടോയ്ലറ്റൊക്കെ നന്നായിട്ട് തേച്ച് മിനുക്കണം. അത്ര കടുത്ത പണിയൊന്നും ഇവൾക്ക് കൊടുക്കല്ലേ. ഇവളുടെ നാക്ക് അപകടകാരിയായി പോയി. എന്ന് വെച്ച് ഒരു മയത്തിലൊക്കെ ജോലി ഏൽപ്പിച്ചൂടെ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആരും എന്നെ സപ്പോർട്ട് ചെയ്യരുത്. ഈ ശിക്ഷ ഞാനായിട്ട് ഏറ്റുവാങ്ങിയതാ. എന്റെ അമ്മയുടെ അടിയന്തരത്തിന്റെ ചെലവുകൾ നടത്താൻ പണത്തിന് വേണ്ടിയാ ഞാൻ ആ വളകൾ വിറ്റത്. ചെയ്യാനുള്ള പണി എന്തൊക്കെയാണെന്ന് ഇങ്ങോട്ട് പറഞ്ഞാ മതി, ഞാൻ ചെയ്തോളാം. അത് ശരി, ആ വളയുടെ കണക്ക് തീർക്കാനല്ലേ നീ ഇപ്പൊ ഇതൊക്കെ ചെയ്യുന്നത്? ആ വളയുടെ കണക്ക് തീർക്കാൻ ഇവളിവിടെ 10 കൊല്ലം അടിച്ചു തൂക്കണം. എന്നാലും തീരുമെന്ന് തോന്നില്ല. എന്റെ ജോലിക്കേ ഞാൻ നിശ്ചയിക്കുന്നതാ കൂലി. ഓ, ഇനി എവിടെ അടിച്ചു തൂക്കേണ്ടത്? ആ, ദാ അവിടെ. ആ, ചോദിച്ചു വാങ്ങിയത് അവളെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്.
ഞാൻ ഈ ജോലിയെല്ലാം ചെയ്തതുകൊണ്ടായിരിക്കാം ഇതെടുത്ത് മാറ്റി വെച്ചവർ തന്നെ ഇത് തിരിച്ചു വെച്ചത്. അമ്മേ, ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി മാത്രം അവര് പറഞ്ഞ ജോലികളെല്ലാം ചെയ്തത്. എല്ലാ പൂജകളും ചെയ്ത് അമ്മയുടെ ഈ ചിതാഭസ്മം നിമജ്ജനം ചെയ്യുന്നത് വരെ അവര് പറയുന്ന എല്ലാ ജോലികളും ഞാൻ ചെയ്യും. മീനാക്ഷി, ഇവിടെ കോളിംഗ് ബെല്ലില്ല. പക്ഷെ ആ വാതിലൊന്ന് മുട്ടിയിട്ട് കയറി വരാമായിരുന്നു. അതാ മര്യാദ. ആ മര്യാദകേടിന് മാപ്പ്. അതവിടെ നിൽക്കട്ടെ. നീ എന്തിനാ കരഞ്ഞത്? കരഞ്ഞുന്നോ? ആര്? എന്റെ കണ്ണെരിഞ്ഞു, അതുകൊണ്ട് കണ്ണീര് വന്നു. അല്ലാതെ കരഞ്ഞൊന്നും അല്ല. വേണ്ട. അടങ്ങി നിൽക്ക്. നീ കരയാൻ പാടില്ല. സദാസമയവും മറ്റുള്ളവരോട് വഴക്കിട്ടും മരം കയറി കുരങ്ങിനെ പോലെ ചാടി ചാടി ചാബല്യവും കാട്ടി നടക്കുന്ന നീ കരഞ്ഞാലേ അത് മഹാബോറ. പിന്നെ നിന്നെ കാണാനേ കൊള്ളില്ല. എന്റെ അമ്മയുടെ ആത്മാവിന് മോക്ഷം കിട്ടണം. അതിന് എനിക്ക് അമ്മയുടെ ബാക്കി കർമ്മങ്ങൾ നടത്തിയേ പറ്റൂ. അതിന് ACPക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? ശരി, അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തുതരാം. പക്ഷേ ഒരു ഡിമാൻഡുണ്ട്. നീ കരയരുത്. അത് മാത്രമാണ് ഡിമാൻഡ്. ബാക്കി കിടക്കുന്ന പണിയും കൂടെ ചെയ്തേക്കാം. ഇനി നമ്മളായിട്ട് ഉഴപ്പിന്നൊരു കംപ്ലൈന്റ് വേണ്ട.